അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് പറയട്ടെ. ഇന്നൊരു ചലഞ്ചാണ്. ഇതേ സന്തോഷം നോക്കി ചലഞ്ച് എന്ന് പറയുമ്പോ തന്നെ ഹാപ്പി അല്ലേ? കാശ് കിട്ടും, ഇന്ന് കാശ് കിട്ടും. അപ്പൊ ഇന്ന് കാശ് കിട്ടുക മാത്രമല്ല, വേറൊരു സാധനം നിങ്ങൾക്ക് കിട്ടും. അതെന്താണെന്നറിയോ? അത് ഞാനിപ്പോ കട്ടിത്തരാം. അതാണ് ഇത്. യെസ്, ഇത് കണ്ടിട്ടുണ്ടോ? ഇവരൊരു തവണ കഴിച്ചിട്ടുണ്ട്. പാമ്പും കോണിയിൽ നിനക്കല്ലേ കിട്ടിയത്? അവന്റെ മുഖം പോയി നോക്കി. സംഭവം ഇപ്പൊ വേറൊന്നുമല്ല. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒരിടത്ത് ചെറിയ ഹിന്റ് കൊടുത്തായിരുന്നു. സംഭവം വേറൊന്നുമല്ല, ഇന്ന് ഐസ് സോഫ ചലഞ്ച് ആണ്. എന്താണ്? ഐസിന്റെ സോഫ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഓരോ ഐസിന്റെ സോഫ ഉണ്ടാക്കി തരും. ആ സോഫയിൽ നിങ്ങളെ ഇരുത്തും. അവസാനം ആര് എനിക്കുന്നോ അവരായിരിക്കും ജയിക്കുന്നത്. ആദ്യം എനിക്കുന്ന ആളും ജയിക്കും. അയാൾക്കുള്ള സമ്മാനമാണ് ഈ കാണുന്ന സമ്മാനം. ഓ, സീരിയസ് ആയിട്ട് എടുത്ത പിള്ളേര്. അപ്പൊ എന്നത്തെ പോലെ ഇന്നത്തെ ചലഞ്ച് വിന്നറെ കാത്തിരിക്കുന്നത് 50,000. അതെല്ലേ? ഉറപ്പല്ലേ? ഞങ്ങൾക്കോ? എനിക്ക് ഇത് ഓരോരുത്തർക്ക് കിട്ടാനുള്ള സാധനമാണ്. അപ്പൊ മച്ചാമാരെ, പിള്ളേരുടെയൊക്കെ ആവേശമൊക്കെ കുറച്ചു നേരം കഴിയുമ്പോൾ എന്താവും എനിക്ക് അറിഞ്ഞുകൂടാ. ചലഞ്ചിന് തീരും. അപ്പൊ എന്തായാലും എന്ത് ചെയ്യും, നമ്മളെ പരിപാടി തുടങ്ങുകയാണ്. അപ്പൊ ആദ്യം വേണ്ടത് നമുക്ക് സോഫ ഉണ്ടാക്കണം അല്ലേ? സോഫ ഉണ്ടാക്കണമെങ്കിൽ ഐസ് വേണം. അപ്പൊ ഐസ് എടുത്തിട്ട് വരാം. ഐസ് എടുത്തിട്ട് എന്താ ഇതൊക്കെ ഓർമ്മയിലും ഒക്കെ ഉണ്ടാടാ. അപ്പൊ എന്തായാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മൾ പരിപാടി തുടങ്ങാണ്. അങ്ങനെ നമ്മുടെ ഐസ് സോഫയ്ക്കുള്ള ഐസ് ആണ് ഇവിടെ കേട്ടിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി പോട്ടെ. അങ്ങനെ ഐസുമായിട്ടുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോഫ ഉണ്ടാക്കാനുള്ള ഐസ് കയറ്റിയ വണ്ടി. അടിപൊളി. നിർത്തിക്കോ. അപ്പൊ ഈ കാണുന്ന വണ്ടി നിറയെ ഉള്ള ഐസ് വെച്ച് നമ്മളിപ്പോ ഉണ്ടാക്കിയെടുക്കും ഒരു 4 സോഫ ട്ടാ. പോന്നോട്ടെ മതി. നല്ല ആവി പറക്കണ ഐസ് ഇട്ടാ. ആവി പറക്കണ ഐസ്. ആവിയല്ല, മഞ്ഞ് പറക്കണ ഐസ്. ഓ, ഇതിന്റെ അടുത്ത് നോക്കുമ്പോ തന്നെ എന്തൊരു തണവാടോ. ഓ, കയ്യൊക്കെ മരയിക്കണ പിടിക്കുമ്പോ. ഇത് കയറ്റിയപ്പോ തന്നെ നമ്മുടെ കൈ പകുതി മരയിച്ചായിരുന്നു. ഇതും വേണുമാരി ഇരിക്കാൻ പോണത് ആലോചിക്കുമ്പോ സങ്കടമുണ്ട് മകനെ, സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ചലഞ്ചായി പോയില്ലേ. അപ്പൊ മച്ചാമാരെ, നമ്മുടെ സോഫ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. മോനെ, ഐസ് ഇറക്കിക്കോടാ. ഓക്കെ, കുഴപ്പമില്ല. വെയിറ്റ് ഒക്കെ നമുക്ക് ശരിയാക്കാം. അപ്പൊ നമ്മളത് ഐസ് വെച്ച് സോഫ ഉണ്ടാക്കുന്ന പരിപാടിയാണ് നോക്കണേ കേട്ടാ. അയ്യോ, കൈ പോയാ? ഐസ് തന്നെ പോകാതിരിക്കാൻ വേണ്ടി സപ്പോർട്ടിന് അടിച്ചു വെക്കണേ. അപ്പൊ നമ്മുടെ ഐസ് സോഫ ഇനി ഇത്ര അല്ല കേട്ടോ, അതിന്റെ മുകളിലേക്കും വരുന്നുണ്ട്. ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടിൽ ഇരിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല സെറ്റപ്പ് ആക്കി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ നമ്മുടെ സോഫകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിട്ടിട്ട് വാ, നമുക്ക് തുടങ്ങണ്ടേ? അല്ല പിന്നെ. അങ്ങനെ ഐസ് കയറ്റിയ വണ്ടി പോയി. ഇനി ബാക്കിയുള്ളത് ഐസ് കൊണ്ടുണ്ടാക്കിയ 4 സോഫകൾ മാത്രം. അതാണ് ഈ കാണുന്ന സോഫകൾ. എല്ലാവരുടെ മുഖത്തൊരു പേടി കാണാട്ടാ. ട്രെയിൻ മച്ചാന്റെ മുഖത്ത് പേടിയില്ല, ഇവന്റെ മുഖത്തുണ്ടാ ഉണ്ട്. ദേ, രണ്ടുപേര് കിളിയൊക്കെ പാറി വരുന്നുണ്ട്. അങ്ങനെ മച്ചാമാരെ, കൈ വെച്ചിട്ട് തന്നെ ഐസായി പോണേ. നോക്ക്, 4 സോഫകളും റെഡിയായി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇത് 4 മച്ചാന്മാർക്ക് ഇരിക്കാനുള്ളതാണ്, ചലഞ്ചിന് ഇരിക്കാനുള്ളതാണ് ഈ കാണുന്ന 4 സോഫകളും. അപ്പോൾ ചലഞ്ചിലേക്ക് കടന്നാലോ നമുക്ക്. അപ്പോൾ ഈ 4 സോഫകളിൽ ഇരിക്കാനുള്ള 4 മച്ചാന്മാരെയും നമുക്ക് വിളിക്കാം. അപ്പം മച്ചാന്മാരെ, നോക്ക്, ഇവിടെ 4 സോഫകളും മത്സരിക്കാനുള്ള 4 മച്ചാന്മാരും, അതും ഇരുമ്പ് ചങ്കുള്ള ഇരുമ്പ് കൈയുള്ള മച്ചാന്മാര് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെട്ടാലോ? അപ്പൊ നമ്മുടെ കരുത്തന്മാരായ പങ്കാളികളെ പരിചയപ്പെടാം. നമ്മുടെ സ്വന്തം കിരൺ, ഭൗമി കിരൺ. ഇനി വരുന്നു നമ്മുടെ സ്വന്തം എഡ്വിൻ, അഥവാ തൊരപ്പൻ എഡ്വിൻ. ഭൗമി കിരൺ അനിയനാണ് മിസ്റ്റർ പവൻ. രണ്ടാമത് ജോളോ ചിപ്പ് തിന്നും എന്ന പ്രതിജ്ഞയുമായി വന്നിരിക്കുന്നു നമ്മുടെ സ്വന്തം തിന്നും. ആദ്യം തിന്നേണ്ടി വരും. അപ്പൊ എന്തായാലും അതികഠിനമായ മത്സരമായിരിക്കും. മത്സരാർത്ഥികൾ റെഡിയാണ്. റെഡിയല്ലേ? റെഡിയാണ്. അപ്പൊ ആദ്യത്തെ റൗണ്ട് എന്തിനാന്ന് ഞാൻ പറയട്ടെ. വേറൊന്നുമില്ല, 4 എണ്ണത്തിനെയും ഞാൻ ഈ കാണുന്ന ഐസ് സോഫയിൽ കയറ്റി ഇരുത്തും. എന്നിട്ട് നോക്കാം നമുക്ക്. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഓരോ ഹിൻഡ്രൻസുകളൊക്കെ വരുന്നുണ്ട്, അത് നമ്മളിപ്പോ പറയുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ മത്സരം തുടങ്ങാലോ പ്രേമച്ചാനെ? തുടങ്ങാല്ലേ? അപ്പോ നമുക്ക് ടൈമർ ഇടുന്നു, ടൈം സ്റ്റാർട്ട് പറയുന്നു, നേരെ കൊണ്ടുവന്ന് ഇരുത്തുന്നു.
പിന്നെ നമുക്ക് നോക്കാം നടക്കാൻ പോകുന്നത് എന്താന്ന്. അപ്പൊ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇവർക്ക് ഒന്നുകൂടി ചലഞ്ചിന്റെ നിബന്ധനകൾ പറഞ്ഞു കൊടുത്തേക്കാം. അപ്പൊ മച്ചാമാരെ, സംഭവം നിങ്ങളിൽ ആര് ആദ്യം ഇരിക്കുന്ന അവർക്ക് സമ്മാനമുണ്ട്. അതാണ് അതെ, ജോളോ ചിപ്പ്. ഇത് ഇച്ചിരി കഠിനമായ സമ്മാനമാണ്. പക്ഷേ ഏറ്റവും അവസാനം ഇരിക്കുന്ന ആൾക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിത്തരും. ഏറ്റവും അവസാനം ഇരിക്കുന്ന ആൾക്ക് കിട്ടുന്ന 50,000. അപ്പൊ ഇതിന് വേണ്ടിയായിരിക്കണം നിങ്ങൾ മത്സരിക്കണ്ടേ. ഇതാണ് എനിക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കണത് കേട്ടാ. അപ്പൊ ആലോചിച്ച് നോക്കി, ഈ സാധനം കഴിക്കാനായിട്ട് ഇത്രയും പേടി അവർ കാണിക്കുന്നുണ്ടെങ്കിൽ എന്റെ മുതൽ എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ മച്ചാന്മാരെ, ഇനി അതികഠിനമായ സോഫ ചലഞ്ച് നമ്മൾ ആരംഭിക്കാൻ പോവാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വന്നിരുന്നു മക്കളെ. ഡൈപ്പ് കളിക്കാൻ നോക്കിയടാ. ഓക്കെ, അപ്പൊ ഇപ്പൊ തുടങ്ങിയാണ് നമ്മൾ സമയം നോക്കുന്നത്. അപ്പോ ഇനി കുറച്ച് നേരം ഇവിടെ തണുത്തും മരവിക്കും കേട്ടോ. എടാ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ. എടാ നിങ്ങൾക്കൊന്നും തണവടിക്കുന്നില്ലേ? മാന്യസദസ്സിന് വന്നിടോ. എടാ മറ്റേ പരിപാടിക്കൊക്കെ കല്യാണ ചെക്കനും പെണ്ണിന്റെ ഒക്കെ ഇരുത്തണ പോലെ ഇപ്പഴേ തണുത്തു തുടങ്ങിയ മരവിച്ചാ കട്ടയായ. ഓക്കെ, അപ്പൊ ഒരാള് മരവിച്ച് കട്ടേ. എന്തിനാടാ? ഓക്കെ, അപ്പൊ നമ്മുടെ എങ്ങനെയുണ്ടായിരുന്നിട്ട്? നല്ല സുഖമുണ്ടല്ലേ? അപ്പൊ സുഖം ഭയങ്കര ഇഷ്ടായി തോന്നുന്നു. ഇഷ്ടായി മോനെ പവനെ. നീ കുണ്ടി കുത്തിരുന്നിട്ട് എന്താണ് കൈയിട്ട് തിരുപ്പണത്? എടാ ഒരു വികാരം ഇല്ലാതിരിക്കണ നോക്കിയടാ. എന്തെങ്കിലുമൊക്കെ പറ. അപ്പൊ ഇപ്പൊ ആദ്യം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ആ ടൗസറൊക്കെ ഒന്ന് തണുത്ത് വരണം, എന്നാലേ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുള്ളൂ. ഒരു ആദ്യത്തെ 5 മിനിറ്റ് ഇവർക്ക് ഇതുപോലെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റൂട്ടാ. അത് കഴിയുമ്പോൾ നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്ന പണികളിൽ അവർക്ക് എന്തോരം ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പണി ഉണ്ടാന്നാ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് മാത്രമേ അവർക്ക് ഇത്ര ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കാൻ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ് ഓരോ പണികളായിട്ട് നമ്മൾ കൊടുക്കും. എന്നാലല്ലേ നമുക്ക് ഒരാളെ എണിപ്പിച്ച് വിടാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ആര് എനിക്ക് പോകുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതെന്താണത്? എന്ത്? എടാ നമ്മള് ഫാമിലി ഓഡിയൻസ് ഒക്കെ ഉള്ളതാണ്. നമ്മൾ കുണ്ടി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിച്ച അത്ര കാഠിന്യം ഇതിനില്ലാന്ന് തോന്നുന്നു. ഇതേ പിള്ളേര് കൂളായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ ഐസിന്റെ സോഫയില്. ഇപ്പൊ അഭിനയിക്കണ നോക്കിയേ, തണവുള്ള പോലെ. പണി എന്തായാലും തരും, എല്ലാവർക്കും പണി തരും. 4 പേരും ഭയങ്കര സന്തോഷത്തിലേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടാ. ഇത് എന്താ സംഭവം എന്ന് അറിയും? തണവുണ്ടെങ്കിൽ പറയൂല. കാരണം എങ്ങനെ എനിക്ക് കഴിഞ്ഞാൽ ജോളോ ചിപ്പാണ് കഴിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഇരിക്കും. രണ്ട് കുത്തിരിക്കടാ. ഒരു കുണ്ടി മാറ്റി അപ്പുറത്തെ കുണ്ടി വെക്കണോ? ഞാനെനിക്കൂല. കിടന്ന് ചത്താലും കുഴപ്പമില്ല, എന്റെ വീട്ടിലെത്തിച്ചാൽ മതി. ഞാൻ എന്തായാലും അടിക്കൂല. നീ അടിക്കണ ഓപ്പിക്ക്. നീ അടിക്ക്. ഇനി നമുക്ക് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നോക്കിയാട്ടോ. മോനെ എങ്ങനെയുണ്ട്? ഇവിടെ അടുത്ത് വരുമ്പോ തന്നെ തണവണം. എങ്ങനെയുണ്ട്? എന്താ മിണ്ടാത്തേ? പറ എങ്ങനെയുണ്ട്? എന്ത് ഇത് ഭാഷയാണത്? ഭാഷാവരം കിട്ടിയവന്. തണവുണ്ടാടാ? കുറച്ചുള്ളൂ. തണവില്ലാടാ. ഒരു കൂളായിട്ടിരിക്കണ്ട. ഇവന് തണവ് കേക്കണില്ലേ? കേക്കണല്ല. ഓക്കേടാ, സൂപ്പറടാ. എങ്ങനെയുണ്ട്? സെറ്റിലായ തണവൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? ഉണ്ടല്ലേ? കുഴപ്പമില്ല. സത്യം പറഞ്ഞ 50,000 രൂപ ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടിട്ടല്ല കേട്ടോ അവിടെ എനിക്കതിരിക്കണേ. ആ ജോളോ ചിപ്പ് തിന്നാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. പ്രവീൺ മച്ചാനെ, സംഭവിച്ചിരി അങ്ങടെ ഏക്കാത്ത പോലില്ലേ? ചെറിയ പണിന് കയറ്റി കൊടുക്കാം. സോളമൻ വന്നടാ. എല്ലാവർക്കും തരാട്ടാ. പിള്ളേർക്ക് ചെറിയ പണി സെറ്റാക്കി കൊടുക്കണ്ടേ? അപ്പം അതിനുള്ള പരിപാടിയാണേ. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ പണി. ഞാൻ പറയുമ്പോ കാല് വെച്ചാ മതി. അപ്പൊ സോഫയിലെ ആദ്യത്തെ പണി. മക്കളെ എല്ലാവരും ഒരുമിച്ച് 2 കാല് ഐസ്വയ്ക്ക് കയറ്റി വെച്ചേ. 2 കാല് പോരട്ടെ. ഓക്കെ, ഈ 2 കാലും പിന്നെ പതിഞ്ഞിരിക്കണം കേട്ടോ. എല്ലാവരുടെ കാലെടുത്ത് കഴിഞ്ഞാൽ അപ്പൊ ജോളോഷിപ്പ്. കാലെപ്പം നിങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നോ അപ്പൊ അവർക്ക് ആദ്യത്തെ ആൾക്ക് ജോളോഷിപ്പ് കിട്ടും. ഓക്കെ, പതിച്ചു വെച്ചോ. എല്ലാം ക്യാമറകളിൽ പതിയുന്നുണ്ട്. കരയണോ? എടുവി കരയില്ലടാ. എടാ എനിക്കടാ. പറ്റൂല. അങ്ങനത്തെ
നമ്മുടെ യദുമോൻ കാലെടുത്ത് ജോളോ ചിപ്പ് കഴിക്കാൻ പോവാണ്. കൊടുക്കാല്ലേ അവന്? ഇപ്പൊ കൊടുക്കണോ അവസാനം കൊടുക്കണോ? അവസാനം കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി ആരാണ് കാലെടുത്ത് മാറ്റണെന്ന് നീ കൂടി നോക്കണോട്ടാ. അങ്ങനെ എന്താ പറയാ, നമ്മുടെ രണ്ടാമത്തെ കഠിനമായ ചലഞ്ചിന്റെ ഒരു തുടക്കം വന്നപ്പോഴേക്കും നമ്മുടെ യദുമോൻ ഇറങ്ങിയിട്ടുണ്ട്. കാലതുമെന്ന് എടുത്താലും ഔട്ടാണ്. 50,000 ആയിരിക്കും എന്റെ മനസ്സിൽ. പക്ഷെ അവന്റെ മനസ്സിൽ ഇനി ജോളോച്ചിപ്പ് മാത്രമായിരിക്കും. അയ്യോ അയ്യോ, സാരില്ലടാ, പോട്ടെ പോട്ടെ പോട്ടെ, ഒരു ജോളോച്ചിപ്പല്ലേ. അപ്പൊ ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ഹിൻട്രൻസ് ആരംഭിക്കും. എന്നാലും നീ ഇത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. എന്ത് പറ്റി നിനക്ക്? എന്താ നിനക്ക് പെട്ടെന്ന് കാലെടുത്ത് നീ അവിടുന്ന്? ഓവർ തണുപ്പാണ്. ഓക്കെ, നമുക്ക് നോക്കാട്ടാ. മത്സരത്തിന്റെ ആ ഒരു കഠിന ഭാവത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. എനിക്കില്ല എന്നുള്ള കഠിന ശബ്ദത്തിലാണ്. നമുക്ക് നോക്കാം. എനിക്കും ഇല്ലേ, നീ പറയുന്ന ശബ്ദമൊക്കെ ചിലപ്പോൾ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. മൊത്തത്തിൽ വരച്ച് കഴിയുമ്പോൾ ഈ ശബ്ദമൊക്കെ മാറും. ചിലപ്പോൾ എനിക്കും അല്ലേ, നമുക്ക് നോക്കാം. എനിക്കില്ലേ നോക്കാം. എന്താ പറയുന്നത്, എവിടെയൊക്കെ ഇരിഞ്ഞു തുടങ്ങി. എങ്ങനെയുണ്ട്? പുതിയ ആദ്യമായിട്ടല്ലേ ഐസിലിരിക്കുന്നത്? ആദ്യമായിട്ടും അവസാനമായിട്ടും. ഇനി ഇരിക്കുമോ? ഇരിക്കണ്ടോ എന്നാ? ഭൗമിക്കിര, നീ മാത്രം എന്തൊന്നും മിണ്ടാതിരിക്കണേ. കോൺസെൻട്രേറ്റഡ് ആണ്. ഞാൻ 50,000 കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഉണ്ട്, കാരണം ഒറ്റ ചലഞ്ചിൽ ജയിച്ചാൽ ഈ ചലഞ്ച് എന്തായാലും ജയിക്കും. ഓക്കെ, അപ്പൊ ജനിക്കൂന്നാ? ഓക്കെ, ജയിക്കുമെന്നല്ലേ. നോക്കി 3 പുലിക്കുട്ടികളും ജയിക്കും എന്നുള്ളൊരു ദൃഢമായ നിശ്ചയത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഒരു രീതിയിൽ അവരെ നമ്മൾ ഒലിപ്പിക്കാൻ നോക്കിയിട്ട് എനിക്കുന്നില്ല. അപ്പോൾ അടുത്ത ഹിൻട്രൻസ് ഇപ്പം തന്നെ ആരംഭിക്കും. അതുവരെ ഇവരെന്തായാലും കൂളായിട്ട് ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പണി കൊടുക്കൂട്ടെ. അപ്പോൾ 3 പുലിക്കുട്ടികൾ അനങ്ങൂല എന്നുള്ള ഭാവത്തിൽ ഇരിക്കുകയാണ്. 3 എണ്ണം. ഒരു പുലിക്കുട്ടി എന്തോ വയ്യാതെ ഇവിടെ മൂലൊക്കെ നിൽക്കുന്നു. നീ ഇപ്പോഴേ മാനസികമായിട്ട് ഇന്ന് ഒരുങ്ങണോട്ടാ ജോളോച്ചിപ്പ് കഴിക്കാനായിട്ട്. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തരും. അത് കഴിയുമ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. നീ കണ്ടാ 3 എണ്ണം ഇരുന്നിട്ട് അലങ്ങിയിട്ടില്ല. ആരെങ്കിലും കാല് പൊക്കി അപ്പം പറയണോട്ടാ. അപ്പോൾ തന്നെ നമുക്ക് എനിപ്പിച്ചുകൂടാ. അപ്പോൾ അടുത്ത ഹിൻട്രൻസ് ആരംഭിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഇവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് അറുതാക്കി എടുക്കണം. ഓക്കെ മോനെ, അപ്പം നിനക്ക് കൂടി തന്നെ ഊരിക്കോ. മാൻ 6 പാക്കാ വേടാ. 6 പാക്ക്. നീ ജിമ്മിലൊക്കെ പോണ്ടല്ലേ? ഇവൻ ഫാമിലി പാക്ക്. ഹിക്കിയോ നിന്റെ വല്ല പശു ഹിക്കൊക്കെ ഉണ്ടല്ലോ. എടാ ചൊറിയാടാ അത്. ഓക്കെ, അപ്പോൾ ഇതല്ലട്ടെ ഇതിന്റെ പണി എന്തിട്ടാണ്. ഇതിന്റെ ബാക്കിലിരിക്കണ ഒരു ചതി എന്താണെന്നറിയോ? അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ചാരണ്ടാ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൈ ഇങ്ങനെ കാണിച്ചേ, ഇങ്ങനെ. എന്നിട്ട് ആ കൈകൾ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വെച്ചേ. വെച്ചേ. മുട്ടിയിരിക്കട്ടെ. ഇനി ഇങ്ങനെ ആയിരിക്കും നമ്മുടെ മച്ചാമാർ ഇരിക്കാനായിട്ട് പോകുന്നേ. നമുക്ക് നോക്കാട്ടെ ഇങ്ങനെ അവർക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റുമെന്ന്. നോക്കാം നമുക്ക് ഇതിൽ ആര് സർവൈവ് ചെയ്യും നോക്കാട്ടാ. ഓക്കെ, ഇതിൽ ആര് സർവൈവ് ചെയ്യും? പിന്നെ നിങ്ങൾക്ക് വെറുതെ വെച്ചാന്നാണ് വിചാരിച്ച ഐസ് സൈഡില്. ആദ്യം കൈ എടുക്കും നോക്കാം, ആദ്യം ആര് കാലെടുക്കും നോക്കാം, ആദ്യം എനിക്കും നോക്കാം. ഭൗമിക്കിര, നീ ഇപ്പൊ അവനെ വിളിച്ചോണ്ടപ്പോ ഇങ്ങനെ ഒരു ചതിയിൽ ഇരിക്കണ്ടെന്ന് വിചാരിച്ചില്ലല്ലേ? വെറുതെ ഇരുന്നാണല്ലോ വന്നേ. അല്ല വെറുതെ ഇരിക്കല്ലേ, കൈയൊന്നും സോഫയിൽ വെച്ചിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കട്ടെ പിള്ളേർ എന്തോരം നേരം ഇരിക്കുമെന്ന്. അപ്പൊ എന്തായാലും പണികൾ നമ്മൾ കൂട്ടി കൊടുത്ത സ്ഥിതിക്ക് നമുക്കൊന്ന് അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് കൈയും കൂടി വെച്ച് കഴിഞ്ഞപ്പോ? ഇപ്പൊ കൈ വെച്ചപ്പോ തണവുണ്ട്, പക്ഷെ ഞാൻ ഏകാഗ്രതയിൽ മുന്നേറും. എഡ്വിൻ മോനോ? പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നുകൂടി കൊന്തേക്ക് മുത്തിക്കോ. ശക്തി വന്നോ? ദൈവമേ, ഇവനെ എല്ലാ പത്തിലുള്ള പ്രാർത്ഥനയും ചൊല്ലുന്നോളൂ. ഏതൊക്കെ നീ ഖുർആനൊക്കെ ചൊല്ലി കഴിച്ചാ? എനിക്കില്ല. ഓക്കെ, അണ്ണൻ എന്തായാലും വന്നുല്ലോ. ഇനി ഫസ്റ്റ് വാങ്ങിച്ചിട്ട് പോളെന്നും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നോക്ക് 3 എണ്ണം ഇപ്പോ 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അനങ്ങാതെ. ഓരോരുത്തരും സമ്മാനം വാങ്ങിയിട്ട് പോളൂ എന്നുള്ള മൈൻഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവൻ പറയുന്നു അവനോട് എനിക്ക് പോവാൻ, അവൻ പറയുന്നു ഇവനോട് എനിക്ക് പോവാൻ. എല്ലാരും പറയും അതെന്താണ് അനുഭവിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും പിള്ളേര് ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഞാനൊക്കെ ആണെങ്കിൽ എപ്പോഴേ എനിക്ക് പോവാനെന്നറിയോ? ഇത് വാശിപ്പുറത്താണ്. വാശിപ്പുറത്തുള്ള കളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാശി എന്ന് പറഞ്ഞാൽ അമ്മാതിരി വാശി. ഇത് ബാക്കിയുള്ളതൊക്കെ ഭാഗ്യത്തിന്റെ പുറത്തുള്ള കളികളാണെങ്കിൽ ഇത് സഹനശക്തിയുടെ പുറത്തുള്ള കളികളാണ്. തടവ് സഹിച്ചിരിക്കാനുള്ള ശക്തിയുള്ളൊരു മാത്രമേ ഇരിക്കുള്ളൂ. നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നു ഇപ്പൊ തന്നെ എനിക്ക് നോക്കോട്ടോ. കളിക്കുന്നത് ജയിക്കാൻ വേണ്ടി. അതെ, ഇത് കാണണോട്ടോ. അവസാനം എല്ലാ തവണ ഇത് പറയും. അവസാനം എങ്ങനെയൊക്കെ തോക്കും. അല്ല, എല്ലാ തവണ ഫസ്റ്റ് ഞാനല്ലേ പിടിച്ചു കയറാറ്. അതെ, എന്നിട്ട് അവസാനം തോക്കാറാരാ? അവസാനം അത് ഭാഗ്യത്തിന്റെ കളികളാണ്. അതെ അല്ലേ?
നോക്കാം നമുക്ക്. എന്റെ പേടാ നിനക്കെന്താ നീ എല്ലാത്തിനും തോക്കാല്ലേ ഇട്ടാണ് തോക്ക്. ഇത്തവണ ഞാൻ ജയിക്കും. ഞാൻ ജയിക്കിട്ടാണ് ഞാൻ നോക്കാറുണ്ട്. ഇല്ലില്ല, നീ ജയിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ജയിച്ച്. ഇല്ലല്ലേ, ഞാൻ ജയിച്ചുള്ളൂ. അടുത്താണ് നീ ജയിച്ചോ. അടുത്താണ് ഞാൻ ജയിക്കണം. അടുത്തവണ എന്നിട്ട് കടലിലെ കണ്ടിട്ട് കടലിലെടുക്കാം. കടലിൽ നിന്ന് കരയിലേക്ക് നീന്തണം. അത് പറ്റില്ല, ആ ചലഞ്ചില്ല. കടലിൽ കരയിലേക്ക് നീന്താൻ അടുത്ത ചലഞ്ച്. അടുത്ത തീറ്റ മത്സരം തീറ്റാൽ നീ ജയിക്കും. 50 സൈക്കിളോട്ടാ അതിന് വിളിക്കും. അതേ ഇല്ല. അത് തോറ്റു 50-50 അങ്ങണ്ട്. എനിക്ക് കിട്ടണ്ട 50 നിൽക്കരാ. അടുത്ത ഹിൻഡ്രൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള നേരെ അയക്കണത്. എല്ലാവരും കാലടുപ്പിച്ച് വെച്ചേ, അടുപ്പിച്ച് വെക്കി. 1 2 3. ഓക്കെ, അപ്പൊ 3 പേർക്കും അടുത്ത ഹിൻഡ്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കൊടുത്തേക്കുന്ന സാധനം ഒന്ന് കാണിച്ചു കൊടുത്തേ. എല്ലാവരുടെയും വയറും വേണ്ട, മടിയിലും വയറിലോട് ചേർന്നിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഐസ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വാശിയിലട്ടോ പിള്ളേര്, ഒരു രക്ഷയില്ല. വാശിപ്പുറത്തുള്ള കളികളാണ്. എന്റെ അമ്മേ, ഇവർക്ക് ഇത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ലട്ടാ. എനിക്കടാരും ഇങ്ങനെ പള്ളി കൊണ്ടുപോവാ. എന്നിട്ട് കിടത്തണ്ട, ഇരുത്തി തന്നെ ഇട്ടു കുഴിയിലേക്ക് വരയിച്ച്. അടുത്ത പണി കൊടുക്കണ്ടേ? അപ്പൊ അതിനായിട്ട് നമ്മള് നല്ല വെള്ളത്തിലേക്ക് ഐസ് ഇട്ട് കൊടുക്കുകയാണേ. തണുക്കട്ടെ, നല്ലോണം അതൊന്ന് കിടന്ന് തണുക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എന്നെ ഞെട്ടിച്ചുട്ടാ. ഇപ്പൊ ഇവർ ഇരുന്നിട്ട് എന്തൊരു സമയം നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഇരുന്നിട്ട് എന്തൊരു സമയം ഉണ്ടാവുന്ന്? 1 മണിക്കൂറായി നിങ്ങൾക്ക് ഇരുന്നിട്ട്. ഈ ഐസിൽ അവർ ഇരുന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞുട്ടാ. ഇതുവരെ ഇത് എനിട്ടിട്ടില്ല. എൻ്റെ പൊന്നോ പിള്ളേര് വേറെ മൂടിട്ടാ. ധ്യാനിച്ചൊക്കെ ഇരിക്കണം എടുത്ത്. ഇതേ അപ്പൊ അടുത്ത ഐറ്റം വരുന്നുണ്ട്. ഇതാണ് വെറൈറ്റി സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഐസ് ഇട്ട് തണുപ്പിക്കാൻ വെച്ചേർന്ന വെള്ളമാണ്. നല്ല കളറ് വെള്ളം. അപ്പൊ ഐസ് നമുക്കൊന്നെടുത്ത് മാറ്റാട്ടാ. ഐസൊക്കെ മാറ്റി. ഭൗമിക്കിന്റെ കൈ ഇപ്പൊ പൊന്തണത് കാണാം. റെഡി? പൊന്തിയാടാ ഇല്ല. എഡിമിമോനിപ്പോ പൊന്തണ കാണാം. പൊന്തിയില്ല. ഒരാളിപ്പോ ഞാൻ ഏൽപ്പിച്ചോളൂ കേട്ടാ. ഇപ്പൊ എനിക്കൂടാ. എനിക്കില്ല. ഫസ്റ്റ് റൗണ്ടിൽ ആരും എനിക്കില്ലടാ. എനിക്കില്ല. നിങ്ങൾ എനിക്കില്ല. ഇടത്തുള്ളമാര് നിങ്ങൾ എനിക്കില്ല. പൊതട്ടെ. എന്നിട്ട് എനിക്കില്ലടാ. എടാ ഇത് ഭയങ്കര വാശിയായിട്ട് എടുത്തേക്കാ. മരവിച്ചിട്ട് അറിയണില്ലൊന്നും. കൈ എന്താ നടക്കണെന്നൊന്നും അറിയണ്ട. ഫുൾ ഫീൽ ആണെങ്കിലും വെച്ചിന് കൊടുത്തന്നെ കുഴപ്പമില്ല. അവനിപ്പോ എനിക്കില്ല. അതിനെ പറയലേട്ടാ. അവര് വീണ്ടിരിക്കണ്. ചില മിണ്ടായിരുന്നേ. അവരറിയാണ്ട് എനിക്ക് പോട്ടെ. കൈയൊക്കെ പൊക്കി അറിയാണ്ട് കൈയും കാലൊക്കെ പൊന്തു. നീ മരവിച്ച് കഴിയുമ്പോ കുഞ്ഞാണെ കൊണ്ടു. അവനെ എനിക്ക് വേനിപ്പ ആയിരിക്കും നീ ജയിക്കാനാ ഉറപ്പല്ല. ഡീലല്ലേ? സമ്മതിച്ചാ ഞാനിക്ക് 2 ആണ്ട് ഇരിക്കുന്നു കുറച്ചേരം. അത് കഴിയുമ്പോ ഞാനപ്പോ ഞാൻ വല്ലതും ജയിക്കാറുണ്ടാ? ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം. അടുത്തൊരു വേറെ ഡീൽ ചെയ്യാം. എനിക്ക് പവനിക്കട്ടെ. ഞാൻ അടിക്കാം. ഡീലിന് ഞാൻ ജയിച്ചിട്ട് ഡീലായി. പവന് ജയിപ്പിക്കണല്ലേ? പവന്റെ പൈസ എടുക്കും. ഡീലാക്കാം. സൂപ്പർമാർക്കറ്റിൽ പോയി പിരിക്കാന്ന് ഡിവൈഡ് ആക്കാം. ഡീലൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുള്ളൂ. ഇവിടെ ഇരുന്ന് ചാവും. കൈയും കാലൊക്കെ പോവും. എനിക്ക് എന്തായാലും ഉച്ചയുടെ ഞാൻ ഉച്ചരിക്കൂടെ.
എനിക്ക് നേരെ പൈസ മതി, ഞാൻ നേരെ പോകും. ഞാൻ ഇരിക്കുന്നു, എനിക്ക് 3 മണി ഒരു കുഴപ്പമില്ല. 3 മണി ഞാൻ പോകും. ഞാൻ വിശ്വസിക്കും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നെ വിശ്വാസം ഉണ്ടോ? ഇല്ല. വെറുതെ പിന്നെ അതല്ല പറഞ്ഞത്. ചെക്കനോട് ഞാൻ പറഞ്ഞു ചെക്കനെ പറ്റിക്കില്ല, അതുപോലെ എനിക്ക് ജയിക്കണം. അടുത്തത് നിന്നെ ജയിപ്പിക്കേണ്ടി. അടുത്തത് നിന്നെ ജയിപ്പിക്കാം. അടുത്തത് നീ ജയിച്ചോ. പക്ഷെ കൈയെടുക്കാൻ പറ്റിയ ഐശ്വര്യ തലക്കറിയായിരുന്നു. എനിക്ക് അങ്ങനെ ഞാൻ ജയിക്കും. പ്രശ്നം പറ്റോട്ടാ. എനിക്കോ ഞാൻ കല്യാണം കഴിക്കണമെന്നില്ലട്ടാ. അല്ലേട്ടാ എഡ്വിനോട് തെറ്റോളാം, ഞാൻ കല്യാണം കഴിക്കണമെന്നില്ലട്ടാ. ഈ കല്യാണം കഴിക്കാനുള്ള ഡീലൊന്നുമില്ല. ഞാൻ ജയിക്കും. 3-2-1 ഒരുമിച്ച് കൈ വെക്കാം. അത് കഴിഞ്ഞിട്ട് നീ ഞാൻ 2, അതുകൊണ്ട് നീ 2 മതി. എനിക്കാണെന്നുണ്ട്. ഇനിയിരുന്നാ ശരിയാവൂല. ഇനിയിരുന്ന് കഴിഞ്ഞാല് പലതും നഷ്ടമാവും. അങ്ങനത്തെ നമ്മുടെ പിള്ളേര് ഐസിലിരുന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മണിക്കൂറായിരിക്കാണ്. ഇതുവരെ 3 പേര് അനങ്ങിയിട്ടില്ല. ഏത് അത് ഫുഡ് കളർ ഇട്ടതാ? അല്ലല്ല, അത് ഫുഡ് കളറാ, പേടിക്കണ്ട കേട്ടാ. ചേട്ടാ ഇവിടെ ഭയങ്കര ചൂടായി നിങ്ങളൊക്കെ മേത്ത്. ഇവിടെയൊക്കെ ഭയങ്കര തണു. ആയ് തണുത്ത കൈകൾ ആണോ? നോക്കാം നമുക്ക് കേട്ടാ. ഇനിയിപ്പോ എന്തോരം നേരം ഇന്ന് ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മണിക്കൂറുകൾ കടന്നു പോവാം, ചിലപ്പോൾ ദിവസങ്ങൾ കടന്നു പോവാം, ഐസ് അലിഞ്ഞു പോവാം. ഐസൊക്കെ ഒരു ഇതല്ല, ഇവിടെ മൊത്തം വെള്ളമായി. എനിക്ക് തോറ്റാ ദേടോ. ഇനി 2 പേര് തമ്മിലുള്ള മത്സരം. അങ്ങനെ അവസാനം എഡ്വിൻ അവസാനം അങ്ങനെ എഡ്വിൻ മോൻ നോ ഹിൻഡ്രൻസ്. ഓക്കെ, അങ്ങനെ തോറ്റ എഡ്വിൻ മോൻ എനിക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ 2 പേര് തമ്മിലുള്ള മത്സരം കേട്ടാ. ഇനി 2 പേര് തമ്മിലുള്ള മത്സരം. എന്തേടാ എടാ ഇങ്ങോട്ട് വന്നേടാ, ഒരു സൂത്രം കാണിച്ചു തരാം. അവരെനിക്കെണ്ടാ നോക്കിക്കോ. ഇരുന്ന സ്ഥലം നോക്കിയേ, ഇവിടെ നോക്കിയേ, ഒരു ലവ് ചിഹ്നം. ഇവിടെ നോക്ക്, കൈ വെച്ചെടുത്ത് നോക്ക്, കൈ വെച്ചെടുത്ത് കുഴി. ഇതുണ്ടാ കുഴിയുണ്ടാ? കണ്ട കണ്ട കണ്ട, ഒരു കൈപ്പത്തിയുടെ ഷേപ്പിൽ കുഴിയാണ്. കണ്ടാടാ, കാണാൻ പറ്റണ്ടാ? നീ കണ്ടാ? എഡ്വിൻ മോൻ ഇങ്ങോട്ട് വരൂ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മണിക്കൂറുകളോളം ഇരുന്നാണ്, 2 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത ആളാണ്. എന്ത് ഡീല്? എടാ ഡീൽ എന്തായിരുന്നു? 2 പേരും ഒരുമിച്ച് എനിക്കാന്നാ? എടാ നിനക്ക് നീയൊക്കെ അവര് വിശ്വസിക്കോടാ. മൈൻഡ് ഗെയിം കഴിക്കി. ഇപ്പൊ അവസാനം 2 പേരിലേക്ക് എത്തി. ഇനിയിപ്പോ ചേട്ടനും അനിയനും തമ്മിലുണ്ട മത്സരം. എന്താവും നോക്കാം. ചേട്ടനും ഇവിടെ, അനിയനും ഇവിടെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡീലാക്കി ആക്കാൻ പറ്റുമെങ്കിൽ ഡീലാക്കിക്കോട്ടാ. ഐസൊക്കെ എടുത്ത് എറിയും ചിലപ്പോ. ഒരുത്തന്നെ ഡീൽ എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചേൽപ്പിച്ചു വിട്ട് ചതി പറ്റി അവിടെ നിൽക്കുന്നുണ്ട്. നീ അല്ലാണ്ട് ആരെങ്കിലും വിശ്വസിക്കും? അവനങ്ങനെ പറയണത് വിശ്വസിച്ചു പോയി. ഗെയിം പ്ലാൻ ആയിരുന്നു അവന്റെ. ഇവനെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് പകുതി പൈസ തരാന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചു വിട്ട്. ഇനിയിപ്പോ 2 പേരുണ്ട്. ഇനിയിപ്പോ അവനെ മാനിപ്പുലേറ്റ് ചെയ്യും. ചേട്ടനും അനിയനും തമ്മിലുള്ള മത്സരം. ആര് ജയിക്കും, ആര് തോക്കും? കൈ പൊങ്ങിയിടുന്നില്ല, ഉള്ളം കൈ പൊന്തിട്ടില്ല. ക്യാമറയിലുണ്ട്, വേണം നോക്കിക്കോ. അടുത്തായിട്ട് നിന്നെ ജയിപ്പിക്കും. അതിന് ഒന്നും ചോദിക്കണം, എനിക്ക് ഒരെണ്ണം മാത്രം ജയിച്ചാൽ മതി. ഇനി ഒന്നും ചോദിച്ചാൽ എനിക്ക് ഒപ്പില്ല. അടുത്തൊക്കെ ജയിച്ചോ? അടുത്ത നിന്നെ ജയിപ്പിക്കേണ്ടി, ഞാൻ ജയിപ്പിക്കും. എന്നാലും നീ ഇത് കേട്ട് മാനിപ്പുലേറ്റഡ് ആയല്ലേ? അതെനിക്ക് ആലോചിച്ചിട്ടാണ്. ഞാൻ അതില് വീണു. അപ്പൊ മച്ചാന്മാർ ഇനി അടുത്ത ഹിൻഡ്രൻസ് ആരംഭിക്കുകയാണ്. ഇത് ഇച്ചിരി കഠിനമായിട്ടുള്ള സാധനം ഉണ്ട്. ഈ ഐസ് വെച്ച് നമുക്ക് മസാജ് ചെയ്യാം. അപ്പോൾ കിരണ്, എഡ്വിനും പവനും ഞാനുമാണ്. ഇനി മസാജിങ്. ആര് നിൽക്കും? നോക്കാട്ടെ എന്തോരം നേരം പിള്ളേർ പിടിച്ചു. ഐസ് ബാത്ത് അടിക്കാണ്. എന്താ നോക്കി, എന്താ ഇവൻ്റെയൊക്കെ യോഗം? കുളിപ്പിക്കാൻ ഒരാള്, ഐസ് തേപ്പിക്കാൻ ഒരാള്. ഒട്ടൂല. േടാ 2 പേരും എനിക്കല്ല കേട്ടാ. 2.5 മണിക്കൂറായി. 2.5 മണിക്കൂറായി. ഏറ്റിട്ടില്ല, 2 ഏറ്റിട്ടില്ല. ഞാൻ 10 മിനിറ്റ് കൊണ്ട് കഴിയുമെന്ന് വിചാരിച്ചു വന്നാണ്.
ഞാൻ 10 മിനിറ്റ് കൊണ്ട് പരിപാടിയും കഴിച്ച് വീട്ടിൽ പോന്ന് തിരിച്ചു വന്നാണ്. 2.5 മണിക്കൂറായി. ഐസ് വലിയണില്ല, ഇവന്മാരെ എനിക്കണമില്ല. അതേ നോക്കിയാടാ. ദേടാ മത്സരം കടുത്തടാ. ദൈവമേ, സംഭവം സീരിയസ് ആയി. മത്സരം കടുത്ത്, രണ്ടുപേരും തമ്മിലുള്ള മത്സരം കടുത്ത്. അപ്പൊ മച്ചന്മാരെ ഇപ്പൊ മത്സരം തുടങ്ങിയിട്ട് 3 മണിക്കൂറായി. ഐസൊക്കെ ഈ കാലുണ്ടായിരുന്ന ഐസ് ഇത്രയോ ചുരുങ്ങി, ഹൈറ്റ് കുറഞ്ഞു. ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞ് ഇരുന്ന ഭാഗത്തൊക്കെ എന്താ അവസ്ഥ എന്ന് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളൊരു സാധനം ചെയ്ത് തീർക്കാനുണ്ട്, ജോളോ ചിപ്പ്. അതായത് ഏറ്റവും ആദ്യം എനിക്ക് പോകുന്ന ആൾക്ക് നമ്മൾ കൊടുത്തായിരുന്ന സമ്മാനമാണ്. മോനെ പോരട്ടെ, ബാ. അവടാ ഇത് കഴിച്ചിട്ട് അവന് കഴിക്കാനുള്ള ഐസ്ക്രീം ആയിരുന്നു അത്. എടാ നോക്കിയടാ, കുപ്പിടുത്തിട്ടോ ചെപ്പെടുത്തിട്ടോ വന്നേ. എടാ ഇത് കഴിയുമ്പോ അവന് കൊടുക്കാനുള്ള നിന്റെ ഐസ്ക്രീം പോയിട്ടാ. ഓ കാണുമ്പോ തന്നെ പേടിയാണ്. ലോകത്തിലെ തന്നെ ഡേഞ്ചർ. നീ ഒരു തവണ കഴിച്ചത് ഓർമ്മയില്ലേ? കരോലീന പെപ്പർ ഇട്ട് ഉണ്ടാക്കിയ പാപ്പോണത്. ഫുള്ള് നിന്നാ ഇത്തിരി കഴിച്ചാലും ഫുള്ള് കഴിച്ചാലും നീ എരിയും. ഓ കാണുമ്പോ തന്നെ പേടിയാണ്. ഈ സാധനം കാണുമ്പോ തന്നെ പേടിയാണ് എനിക്ക്. ഒന്ന് നോക്കണ്ടടാ, കഴിച്ചോ ഫുള്ള് വലിയ മൊത്തം. ഞാൻ കണ്ണടച്ചിരിക്കാൻ ഞാൻ കഴിച്ചോ. ഓ അതിന്റെ ആവി അടിക്കുമ്പോ തന്നെ മുഖം പോളാണ്. എന്തായാലും എരിയണം നീ ഒരുമിച്ചിട്ടോ. നിങ്ങളിത് കാണുക. ഓ എന്റെ അമ്മേ, ഇപ്പൊ ഒരാള് പുകഞ്ഞോടനാണ്. തുപ്പാൻ പാടില്ല. ഇങ്ങോട്ട് വാ, തുപ്പാൻ പാടില്ല. എടാ ഐസ്ക്രീം എടുക്ക്, ഏതെങ്കിലും ഐസ്ക്രീം എടുക്ക്. ഒന്ന് നോക്കട്ടാ, വാരി തിന്നോ. കൊതിയൻ. ഓ ഒരു സമാധാനം കിട്ടിയാ? ആദ്യമായിട്ട് ഐസ്ക്രീം കഴിക്കുന്നവരാണ് കഴിക്കുന്നത്. പിന്നെ കെട്ടുന്ന പെണ്ണ് ഭാഗ്യവതിയാ. എന്തോരം എരിവിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ശരിക്കും ഞങ്ങ എടാ പൊക്കിയ കാല് ഉറപ്പാണോ? ഉറപ്പിച്ചാ? എനിക്കും അടുത്ത് 3.5 മണിക്കൂറിന്റെ അടുത്തായി. ഐസൊക്കെ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഴും. ഉറപ്പാണോ എനിക്കാണെന്ന്? ഉറപ്പാണോ? അവൻ ഇവിടെ നിന്ന് ചതിച്ചേൽപ്പിച്ചുവിട്ടാണ്. മൈൻഡ് ഗെയിം കളിച്ചാണ്. ഒന്നുകൂടി ആലോചിച്ച് നോക്കണ്ട. ചേട്ടന് ജയിപ്പിക്കാൻ വേണോ? ഉറപ്പാണോ? ഉറപ്പാണോ? അന്നേറ്റോ നിന്നെ തേച്ചിടാവൻ. എന്റെ വായനക്കാണ് ചെളിവെള്ളം തെറിച്ച്. നോക്കട്ടെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്, ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചുകൂടി ഇരിക്കാൻ പറ്റുമായിരുന്നോ? കുറച്ചേരം ഇരിക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ട് എന്തിനാ നീ പെൻറ്റേ? വയ്യാണ്ടായി? ഉറപ്പാണോ? അങ്ങനെ നമ്മുടെ കിരൺ മോൻ വിന്നർ ആയിരിക്കാണ്. മരച്ച്. ഓ എടാ ഇരുന്ന സ്ഥലം ഇനി കാണിച്ചപ്പോ ഇവിടെ ഇങ്ങോട്ട് വന്ന്. അന്നേരം നീ ഇരുന്നൊരു പാടില് മാത്രം ഓട്ടായി പോയേക്കണേ. എടാ ഇരുന്ന സ്ഥലത്തുനിന്ന് ദേടാ ഇസൊക്കെ തുളഞ്ഞി സൈഡിൽ കൂടി. ചൂടുവെള്ളം വല്ലതും പോയാ അതി കൂടി. അവനിരുന്ന് കൊടുത്ത് അങ്ങനെ ഇല്ലല്ലോ. ആ ഇവിടെ വേറെ മോഡല് ലവ് ചിഹ്നം വന്നേക്കണം ഇവിടെ കണ്ടാ. എടാ ലവ് ചിഹ്നം. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ദേ ഇന്നത്തെ ചലഞ്ച് ഇത്തിരി കട്ടി ചലഞ്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചലഞ്ചില് വിന്നറായിരിക്കാണ് നമ്മുടെ സ്വന്തം ഭൗമികിരൺ. അങ്ങനെ 3 മണിക്കൂറിന് മുകളിൽ നീണ്ടു നിന്ന നമ്മളുടെ ഐസ് സോഫ ചലഞ്ച് വിന്നായിരിക്കുന്നത് നമ്മളുടെ സ്വന്തം ഭൗമികിരണാണ്. ജയ്. ഓ വീട്ടിലൊക്കെ മാറിയാ? ഓക്കെ. അപ്പൊ 2ാം സ്ഥാനം കിട്ടിയത് നമ്മുടെ ഭൗമികിരന്റെ അനിയൻ പവനാണ്. 3ാം സ്ഥാനം കിട്ടിയത് നമ്മുടെ സ്വന്തം എഡ്വിൻ മച്ചാനാണ്. അപ്പൊ എഡ്വിൻ മച്ചാൻ മാത്രമല്ല ഇതുവരെ ഒരു സാധനം പോലും വിന്നാവാത്ത. ഇത് ഞാൻ വിന്നായനെ എല്ലാവരുടെ ഒരു ഇതിലും മുഴുകി ചതിച്ചു. മൈൻഡ് ഗെയിം കളിച്ചല്ലേ അവൻ. 3-2-1 പോയി. സാരല്ലടാ, ഇനിയും ചലഞ്ചുകൾ വരും. അപ്പൊ എന്തായാലും ഈ ചലഞ്ചിന്റെ വിന്നറായ നമ്മുടെ സ്വന്തം ഭൗമികിരണ് നമ്മുടെ പ്രൈസ് മണി കൊടുക്കാണ്. ഈ ഒരു അവസരത്തിൽ എന്താണ് നിനക്ക് പറയാനുള്ളത്?
ഞാൻ ഇത്രയും ചലഞ്ച് എടുത്തിട്ട് ആദ്യമായിട്ടാണ് ജയിക്കണത്. എല്ലാ തവണ കിരണൊക്കെയാണ് അടിക്കാറ്. ഇത്തവണ നമ്മ ജയിച്ച്. ഇത് ചതിയുടെ മാർഗം നമുക്ക് ഉപയോഗിക്കണ്ടോ? ചതിയല്ല, നമ്മ മൈൻഡ് ഗെയിം വെച്ചിട്ടാണ് നമ്മ ജയിച്ചത്. നമ്മ ബുദ്ധി വെച്ച് കളിച്ചു, ബുദ്ധി വെച്ച് ഇവരെ എണീപ്പിച്ച് വിട്ടു. പക്ഷെ എന്തായാലും നല്ലോണം ഇവർ രണ്ടുപേരും നല്ലോണം അല്ല 3 പേരും നല്ലോണം കളിച്ചു. നാലാമത്തെ ആള് ഇടയിലൊന്ന് പറ്റിച്ചു നമ്മളെ. അവന് ജോളച്ചിപ്പ് ഇഷ്ടമായിട്ടാണെന്ന് എനിക്കറിയില്ല. എല്ലാ തവണ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മളുടെ ചലഞ്ച് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് മറക്കരുത്. അപ്പം മച്ചാൻ ഇതിലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽക്കാം. മച്ചാൻ പ്രവീൺ, അതുപോലെ ടീം M4 ടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് പോലെ പ്രവീണേ. ഇതൊക്കെ വാരി ഇടാനുണ്ട്, ഇതൊക്കെ വാരി കൊണ്ടുപോയി കളയണം. ഇതേ ഐസ് ഉണ്ട്. എടാ ഈ ഐസൊക്കെ അലിഞ്ഞ് നല്ലോണം അലിഞ്ഞത് പൊട്ടിപ്പോയോടെ ഒരെണ്ണം താഴെ. എന്തായാലും ഈ സാധനം ഇത്ര നേരമൊക്കെ നിൽക്കൂലേ ഐസ്? എൻ്റെ പൊന്നു, ഞാൻ വിചാരിച്ചിട്ട് ഇത്ര നേരം നിൽക്കുന്നു. ഇതൊക്കെ വാരി ഇടണം ഇനി. അപ്പൊ ക്യാമറ ഓഫ് ചെയ്തേ, പണിയെടുക്കട്ടെ ഇനി.